കരച്ചിലും പിഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രശ്നമൊന്നുമില്ല, അവക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല കേട്ടാ. ഫാസിലെ വല്ലപ്പോഴും ഒക്കെ സമയം കിട്ടുമ്പോ അവളെ ഇവിടെ കൊണ്ടാക്കുക. ഇവരുടെ കൂടെയൊക്കെ ഒന്ന് കൂടി വരുമ്പോ അവൾക്ക് ഒരുപാട് മാറ്റം വരും. ഞാൻ ഇവനോട് എത്ര പ്രാവശ്യം പറഞ്ഞാന്ന് പറഞ്ഞ കേക്കണ്ടേത്. അതെ ഫാസിലോട് ഞങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി അവന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് കേട്ടാ. ആ പ്രമാണം അപ്പൊ പെങ്ങൾക്ക് കൊടുക്കല്ലേ? ഞാൻ കൊടുക്കാം, ഞാൻ കൊടുത്തോളാം. പക്ഷെ എന്താ പ്രശ്നം? ഇത് അന്നേരം അങ്ങ് തീരുമാനിച്ചാ മതി വീട്ടില് വെച്ച്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ വാപ്പാടെ അടുത്തൊന്ന് ചോദിക്കണം. ഞാൻ KSEBക്ക് വേണ്ടിയാണ് ഇത്രയും കാലം പണിയെടുത്തത്. എന്താണ് ഇത്ര നേരം ഞാൻ നിന്നോട് ഇരുന്ന് ഓതിയത്? എന്താണ് പച്ച മലയാളത്തിലല്ലേ? മലയാളത്തിലാണോ ഓതിയത്? എടാ നിനക്ക് നിന്റെ പെങ്ങളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നീ എന്നോട് പറ. ഇവിടെ വീടിന്റെ ആധാരം ഇരിപ്പുണ്ട്, അത് കൊണ്ടുപോയിട്ട് കൊടു. ഇങ്ങനെ നിൽക്കുന്ന ജമന്തിയുടെ കയ്യിൽ സ്വർണ്ണമുണ്ട്, ആ സ്വർണ്ണം കൊണ്ടുപോയിട്ട് കൊടു. ഇനി മരണം മരണം എന്നെല്ലാം പറഞ്ഞിട്ട് എന്റെ മുമ്പിലെങ്ങാനും വന്നാലുണ്ടല്ലോ എന്റെ കൈയോട്ടായിരിക്കും നീ ചാവുക. എടോ ഉടനെ ഇതൊക്കെ പറഞ്ഞ കറണ്ട് പിടിക്കാത്ത എന്റെ ചേട്ടാ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓലോലോതി അതെ ഷാഹിദ മോളെ, ഇപ്പൊ കാര്യങ്ങളൊക്കെ ഒരു ധാരണയായിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കരുത് കേട്ടല്ലോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആളിയെ ഏറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്വർണ്ണമാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല പ്രമാണമാണെങ്കിൽ അങ്ങനെ അല്ലേ അളിയാ? ആ ഡാ വാസിലേ അവിടെ എഴുന്നേറ്റൊന്നേ. ഡാ എഴുന്നേറ്റ്, എടാ എഴുന്നേറ്റ് വരാൻ. അവിടെ ചെല്ലു വെച്ചാ വെറുതെ ഒന്നും രണ്ടും പറഞ്ഞു അങ്ങോട്ട് പോവച്ച അങ്ങോട്ട്. കൈയൊന്നും വേണ്ട. കൈ പിടിക്കാൻ അവളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നേ. അവനോട് നോക്കി ചിരിക്കും. അവര് ബാക്കി വീട്ടിൽ പോയി ചിരിക്കും. നീ ഇവിടെ വരെ അവര് പോട്ടെ. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അവരിനി പോട്ടേന്ന്. ശരി ശരി വെച്ചോളൂ. വാസനെ എന്റെ കാലിന് പൊട്ടനുണ്ട് കേട്ടാ. എന്താണ് ഇതൊക്കെ? ജീവിക്കാൻ അറിഞ്ഞുകൂടാതെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. പരസ്പരം വിട്ടുവീഴ്ചയില്ലതങ്ങ് വാതി. നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് അവിടെ പോയി കയറി. അവൻ ആ കുന്തം വലിച്ച് എന്റെ കാലിട്ട് തന്നില്ലേ? ഓ അതെ, ആരോട് ചോദിച്ചിട്ടാ എന്റെ സ്വർണവും പ്രമാണവും ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞേ? ആരോട് ചോദിച്ചിട്ടാന്ന്? നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ ഇവിടുത്തെ പ്രമാണവും സ്വർണവും ഒക്കെ കൊടുക്കണ കാര്യം? എന്നോട് ചോദിക്കണ്ടേ? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായ പിന്നെ അങ്ങോട്ട് എടുത്ത് ചാടിക്കോളൂ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ആരെങ്കിലും ആധാരം സ്വർണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മുട്ടുകാല് തല്ലി പിടിക്കും ഞാൻ. എന്താ മിണ്ടാത്തെ?